Hi everyone, welcome to ANST Academy. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു ടോപ്പിക് ഡിസ്കഷനാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോളിമോർഫിസം ഇൻ ഊപ്സ്. സോ വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും ഊപ്സിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വൺ ഓഫ് ദ പില്ലറാണ് ഈ പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമേ കയറി പഠിക്കുന്നതിന് പകരം അതിൻ്റെ പുറകിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് മെത്തേഡ് ഓവർ റൈഡിങ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ് ആൻഡ് ഓവർലോഡിങ്, അതുപോലെ തന്നെ എന്താണ് പോളിമോർഫിസം. സോ ഇതിൽ നിന്ന് വേണം നമുക്ക് പോളിമോർഫിസത്തിൻ്റെ ഐഡിയ വരാനായിട്ട്. സോ വളരെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് വിത്ത് അതിൻ്റെ അഡ്വാൻസ് നോളജ്. സോ മൂവിങ് ഓൺ, മെത്തേഡ് ഓവർ റൈഡിങ് ഇൻ ഇൻഹെറിറ്റൻസ്. സോ ഞാനിവിടെ ഒരു പേര് പറഞ്ഞു, ഇൻഹെറിറ്റൻസ്. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മളൊരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ എടുക്കുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നു. അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ചൈൽഡ് ക്ലാസ് എന്ത് ഇംപ്ലിമെൻറ്റേഷൻ ആണോ ആ മെത്തേഡിനെ പറ്റി കൊടുത്തിരിക്കുന്നത് അതായിരിക്കും വർക്കാവുന്നത്. അതായത് നമ്മളുടെ പേരൻറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിൽ ഓൾറെഡി നമ്മളുടെ ഒരു മെത്തേഡ് ഉണ്ട്, പേ. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എഴുതിയിട്ടുണ്ട്. ഈ ഡിറൈവ്ഡ് ക്ലാസ്സിലും ഈ സെയിം പേ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസ് പേരൻറ്റ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നതിനെ ഓവർ റൈഡ് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിലുള്ള ഫങ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതാണ് മെത്തേഡ് ഓവർ റൈഡിങ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതായത് ചൈൽഡ് ഓവർ റൈഡ് പേരൻറ്റ് ക്ലാസ്. അപ്പോൾ പേരൻറ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും വരുന്നത് കൊണ്ട് തന്നെ അത് ഇൻഹെറിറ്റൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഇൻഹെറിറ്റൻസ് വഴി ഞാൻ ഓവർ റൈഡിങ് എന്താണെന്ന് പറഞ്ഞത്. ഇനിയും എന്തിനാണ് മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുന്നത്? റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ മെത്തേഡ് ഓവർ റൈഡിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തേത് സെയിം മെത്തേഡ് നെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ്സിൽ പേ എന്ന് യൂസ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിലെ പേ എന്ന് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ ആഡെന്നോ സമ്മെന്നോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സെയിം മെത്തേഡ് നെയിം. രണ്ടാമത്തേതാണ് സെയിം പാരാമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ, ഫോർ എക്സാമ്പിൾ പേ ഓഫ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണെങ്കിൽ ഞാൻ ബേസ് ക്ലാസ്സിൽ എത്ര പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തോ അത്രയും പാരാമീറ്റേഴ്സ് തന്നെ ആയിരിക്കണം എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലെ മെത്തേഡിനും ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് സെയിം റിട്ടേൺ ടൈപ്പ്. എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാറുണ്ട് ഇൻറ്റ് പേ അല്ലെങ്കിൽ വോയിഡ് പേ. അപ്പോൾ ഇതിനെയാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ക്ലാസ്സിൽ എഴുതിയ ഫംഗ്ഷൻ്റെ സെയിം റിട്ടേൺ ടൈപ്പ് തന്നെ ആയിരിക്കണം ഡിറൈവ്ഡ് ക്ലാസ്സിൽ എഴുതിയ, അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എഴുതിയ മെത്തേഡിൻ്റെയും റിട്ടേൺ ടൈപ്പ്. എങ്കിൽ മാത്രമേ നമുക്ക് ഓവർ റൈഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ക്ലാസ് പേരൻറ്റ് ക്ലാസ്സിൽ എഴുതിയ മെത്തേഡിനെ മാറ്റിയിട്ട് ചൈൽഡ് ക്ലാസ്സിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും വർക്കാവുന്നത്. ക്ലിയർ? ഇനിയും ഇതിനൊരു സിൻടാക്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഓൾറെഡി ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്ലാസ് പേരൻറ്റ്, ഇതാണ് ക്ലാസ് ചൈൽഡ്. അപ്പോൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഇൻഹെറിറ്റൻസ് നടന്നു. ഇനിയും പേരൻറ്റ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഷോ, ചൈൽഡ് ക്ലാസ്സിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് ഷോ. സോ ഇതിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ ഫംഗ്ഷൻ്റെ പേരൊന്നാണ്, സെയിം ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ്, ഇവിടെയും പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല, ഇവിടെയും പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ പാരാമീറ്റേഴ്സിൻ്റെ കൗണ്ടും പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും സെയിം ആണ്. അടുത്തതാണ് റിട്ടേൺ ടൈപ്പ്. പേരൻറ്റ് ക്ലാസ്സിലും വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പാണ്, ചൈൽഡ് ക്ലാസ്സിലും വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പാണ്. സോ ഇവിടെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഓവർ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പോളിമോർഫിസം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഓവർ റൈഡിങ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? മെത്തേഡ് മീൻസ് ഫംഗ്ഷൻ. നമ്മളുടെ ക്ലാസ്സിനകത്ത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് കോൾ ചെയ്യുന്നത്.
ഇനിയും ഞാനൊരു എക്സാമ്പിൾ വഴി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് വർക്ക് ചെയ്യുന്നത്. സപ്പോസ് ഒരു ബേസ് ക്ലാസ് ഉണ്ട് ആനിമൽ. ഇതിനെ ബേസ് ക്ലാസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതിനകത്തൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒരു പ്രിൻറ്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്, ആനിമൽ മേക്സ് സൗണ്ട്. സിമ്പിൾ. ഈ ആനിമൽ എന്ന് പറയുന്ന പേരൻറ്റ് ക്ലാസ്സിനെ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിനെ ഡോഗ് എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നു. സെയിം ഫംഗ്ഷൻ നെയിം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ വ്യത്യാസമുണ്ട്. ബേസ് ക്ലാസ്സിനകത്ത് എഴുതിയ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ല ചൈൽഡ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എൻ്റെ ഇതാണ് പേരൻറ്റ് ക്ലാസ്, ഇതാണ് ചൈൽഡ് ക്ലാസ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡോഗ് ഡി ഈസ് ഈക്വൽ ടു ന്യൂ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗ് എന്ന് പറയുന്നത് ചൈൽഡ് ക്ലാസ് ആണ്. ചൈൽഡ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഡി ഡോട്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് വർക്കൗട്ട് ആവുന്നത്? ഓട്ടോമാറ്റിക്കലി ചൈൽഡിനകത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് ക്ലാസ്സിലെ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഔട്ട്പുട്ട് വിൽ ബി ഡോഗ് ബാർക്സ്. ഇനി ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഡോഗ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലും സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ആനിമലിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവന്നതുമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഡോഗ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലുള്ള സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആനിമൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന പേരൻറ്റ് ക്ലാസ്സിലെ സൗണ്ടിനെ ഓവർ റൈഡ് ചെയ്തു, അല്ലെങ്കിൽ മാറ്റി. ഓക്കെ, അതുകൊണ്ടാണ് സൗണ്ടാണ് ഡോഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കോൾ ചെയ്തപ്പോൾ എക്സിക്യൂട്ട് ആയത്. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ വേർഷനാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഓവർ റൈഡിങ്. അടുത്തതാണ് ഞാൻ പറഞ്ഞു, മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ട് ആവുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റൺ ടൈം പോളിമോർഫിസം ആണ്, അല്ലേ? മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ടു അച്ചീവ് റൺ ടൈം പോളിമോർഫിസം. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ടു അച്ചീവ് റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നത് റൺ ടൈമിലായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പേരൻറ്റ് ക്ലാസ്സിലും ഒരു മെത്തേഡുണ്ട്, സെയിം ഫംഗ്ഷൻ തന്നെ ചൈൽഡ് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, മുമ്പേ പറഞ്ഞ പോലെ സൗണ്ട് എന്ന് പറയുന്നത് പേരൻറ്റ് ക്ലാസ്സിൽ എക്സിക്യൂട്ട് ചെയ്യണോ അതോ ചൈൽഡ് ക്ലാസ്സിൽ എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനമെടുക്കുന്നത് അത് റൺ ടൈമിലായിരിക്കും, കമ്പൈൽ ടൈമിലല്ല. അപ്പോൾ കമ്പൈൽ ടൈം എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും, പറയാം. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുമ്പോൾ റൺ ടൈമിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ടു കാണും, ആനിമൽ എ ഇസ് ഈക്വൽ ടു ന്യൂ ഡോഗ് ഓഫ്. അപ്പോൾ റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇസ് ഓഫ് ടൈപ്പ് ആനിമൽ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡോഗാണ്. അപ്പോൾ റൺ ടൈമിൽ ഇപ്പോൾ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് ഊപ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ജാവ ഡിസൈഡ്സ് വിച്ച് മെത്തേഡ് ടു എക്സിക്യൂട്ട്. ഇപ്പോൾ റൺ ടൈമിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സിലെ വേണോ അതോ പേരൻറ്റ് ക്ലാസ്സിലെ വേണോ എന്നുള്ളത്. ഇതിനെയാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കത്തില്ല ഏത് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഡൈനാമിക് ആയിട്ടാണ് തീരുമാനമെടുക്കുന്നത്, ഡിപ്പെൻസ് ഓൺ ഏത് ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ആയത് എന്നുള്ളത് വെച്ച്. ഇതിനെയാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി പറഞ്ഞ പോലെ മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ്? സെയിം മെത്തേഡ് സിഗ്നേച്ചർ. അപ്പോൾ എന്താണ് ഈ മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ പറഞ്ഞ പോലെ മെത്തേഡിൻ്റെ പേര്, പാരാമീറ്റേഴ്സ്, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ് മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം മെത്തേഡ് സിഗ്നേച്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെയിം മെത്തേഡ് നെയിം ആൻഡ് സെയിം പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് മെത്തേഡ് സിഗ്നേച്ചർ സെയിം ആയിരിക്കണം. രണ്ടാമത്തേതാണ് സെയിം ഓർ കോവേരിയൻറ്റ് റിട്ടേൺ ടൈപ്പ്. ഞാൻ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ടൈപ്പ് സെയിം ആയിരിക്കണം. വോയിഡ് ആണെങ്കിൽ രണ്ടിനും വോയിഡ്, ഇൻറ്റ് ആണെങ്കിൽ രണ്ടിനും ഇൻറ്റ്. അത്
പാലിക്കപ്പെട്ടിരിക്കണം ടു അച്ചീവ് മെത്തേഡ് ഓവർ റൈഡിങ്. മൂന്നാമത്തേതാണ് ആക്സസ് മോഡിഫയർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് എന്ന് പറഞ്ഞ് നമ്മൾ പേരൻറ്റ് ക്ലാസ്സിൽ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അത് ചൈൽഡ് മെത്തേഡിന് അതിനെ പിടിച്ച് പ്രൈവറ്റ് ആക്കാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ മെത്തേഡ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. നാലാമത്തേതാണ് സ്റ്റാറ്റിക് മെത്തേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്യത്തില്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഓവർ റൈഡിങ് അച്ചീവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ് പേരൻറ്റ് ക്ലാസ്സിനെ മാറ്റുമ്പോൾ അത് സ്റ്റാറ്റിക് മെത്തേഡ് ആണെങ്കിൽ അതൊരിക്കലും ഓവർ റൈഡ് ആവത്തില്ല. നെക്സ്റ്റ് ഇസ് ഫൈനൽ മെത്തേഡ്സ് കനോട്ട് ബി ഓവർ റൈഡ്. അതായത് നമ്മളുടെ മെത്തേഡ്സിൽ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റാനോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനോ ഉള്ള പെർമിഷനും അതുപോലെ തന്നെ അത് മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്ടേഴ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് അല്ലെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്ന ഒരു മെത്തേഡിനെയാണ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയും നമുക്ക് ഓവർ റൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇത്രയും റൂൾസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓവർ റൈഡിങ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇൻ ഊപ്സ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് റൺ ടൈം പോളിമോർഫിസം. ദാറ്റ് മീൻസ് നമുക്ക് ഡൈനാമിക് ആയിട്ട് മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് കമ്പൈൽ ടൈമിൽ നമുക്ക് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കണ്ട. ഡിപ്പെൻസ് ഓൺ ദ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ റിട്ടേൺ ടൈപ്പ്. സോ അതിനനുസരിച്ച് ഡൈനാമിക് ടൈമിൽ അല്ലെങ്കിൽ റൺ ടൈമിൽ നമുക്ക് മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പേരൻറ്റ് ക്ലാസ്സിലെ ഒരു ബിഹേവിയർ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സെയിം ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്ത് ചൈൽഡിന് അതിന് വേറെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ചൈൽഡിൻ്റേതായ ബിഹേവിയർ ഉണ്ട്. സോ അത് പേരൻറ്റിൻ്റേത് വെച്ച് നമുക്ക് അതുപോലെ ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പറയേണ്ട കാര്യമില്ല. ചൈൽഡിൻ്റേതായ സ്പെഷ്യലിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. അത് നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് വഴി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില മെത്തേഡ്സ് ഇപ്പോൾ ഓൾറെഡി പേരൻറ്റ് ക്ലാസ്സിൽ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമുക്ക് റീയൂസ് ചെയ്യാം. സോ റീയൂസിങ് അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം, വേണമെങ്കിൽ അതിനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം. സോ അത് നമുക്ക് ഇനേബിൾ ചെയ്ത് ഓവർ റൈഡിങ് ചെയ്തു തരും. നെക്സ്റ്റ് ഇസ് ബെറ്റർ എക്സ്റ്റെൻസിബിലിറ്റി. അതായത് നമുക്ക് പേരൻറ്റ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിനെ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തി നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിൽ നമുക്കൊന്ന് യൂസ് ചെയ്യണം. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് വേണ്ടത് എക്സ്റ്റൻഷനാണ്. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് അതിൻ്റെ ഒറിജിനൽ ഫങ്ഷനാലിറ്റി ഇറ്റ് ഹാസ് ടു ബി റീയൂസ്ഡ്. സോ ആ കേസിൽ നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം പേരൻറ്റ് ക്ലാസ്സിൽ ഓൾറെഡി ആ മെത്തേഡ് ഉണ്ട്, അതിനകത്ത് കുറച്ച് മാറ്റങ്ങളായിരിക്കും നമുക്ക് വരുത്തേണ്ടത്. സോ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ആ സെയിം മെത്തേഡ് നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞു ഓവർലോഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഓവർലോഡിങ്ങും എന്താണ് ഈ ഓവർ റൈഡിങ്ങും? സോ ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് നെയിം സെയിം ആയിരിക്കും, പക്ഷേ പാരാമീറ്റേഴ്സ് മാറ്റം വരും. പക്ഷേ നമ്മളുടെ മെത്തേഡ് ഓവർ റൈഡിങ് പറഞ്ഞ റൂളിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെത്തേഡ് നെയിമും സെയിം ആയിരിക്കണം, പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കണം. പക്ഷേ മെത്തേഡ് ഓവർലോഡിങ്ങിൽ ആ പ്രശ്നമില്ല, പാരാമീറ്റേഴ്സ് നമുക്ക് മാറ്റാം. ഓക്കെ, പാരാമീറ്റേഴ്സിൻ്റെ എണ്ണവും പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസും എല്ലാം നമുക്ക് മാറ്റാം. സോ ദാറ്റ് ഈസ് പോസിബിൾ ഇൻ മെത്തേഡ് ഓവർലോഡിങ്. ഇനി മെത്തേഡ് ഓവർലോഡിങ് സംഭവിക്കുന്നത് സെയിം ക്ലാസ്സിലാണ്. അതായത് ക്ലാസ് ആനിമൽ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്തായിരിക്കും നമ്മളുടെ എല്ലാ മെത്തേഡ്സും നമ്മൾ എഴുതുന്നത്. ഇൻഹെറിറ്റൻസിലല്ല മെത്തേഡ് ഓവർലോഡിങ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മെത്തേഡ് ഓവർ റൈഡിങ് നേരെ തിരിച്ചാണ്, ഇൻഹെറിറ്റൻസിലായിരിക്കും മെത്തേഡ് ഓവർ റൈഡിങ് വർക്ക് ചെയ്യുന്നത്. മെത്തേഡ് ഓവർലോഡിങ് നമ്മൾ ചെയ്യുന്നത് ടു അച്ചീവ് കമ്പൈൽ ടൈം പോളിമോർഫിസം. സോ റൺ ടൈം പോളിമോർഫിസം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് കമ്പൈൽ ടൈമിലായിരിക്കും. സോ ദാറ്റ് ഇസ് സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡാണ്.
ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ്. കമ്പൈൽ ടൈം പോളിമോർഫിസം ആണെങ്കിൽ അത് കമ്പൈൽ ടൈമിൽ തന്നെ അത് ഡിസൈഡ് ചെയ്യും. കമ്പൈലർ തന്നെ പറയും ഓക്കെ ഈ മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ അങ്ങനല്ല. അത് ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് റൺ ടൈമിൽ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് കമ്പൈലേഷനും കഴിഞ്ഞ് റൺ ടൈമിൽ മാത്രം അത് ഡിസൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അപ്പോഴാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. മെത്തേഡ് ഓവർലോഡിങ്ങിന് ഇൻഹെറിറ്റൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു ക്ലാസ്സിലാണ് നമ്മൾ മെത്തേഡ്സ് എല്ലാം എഴുതുന്നത്, അവിടെ ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നേ ഇല്ല. അപ്പം ഇൻഹെറിറ്റൻസിൻ്റെ ആവശ്യമില്ല. മെത്തേഡ് ഓവർ റൈഡിങ്ങിന് മാൻഡേറ്ററി ആയിട്ട് ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്ന കേസുകളിലാണ് നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യേണ്ടി വരുന്നത്. മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചൈൽഡ് ക്ലാസ് പേരൻറ്റ് ക്ലാസ്സിലിരിക്കുന്ന മെത്തേഡിനെ മാറ്റി ആ ആളുടെ കേസായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുമാണ് നമ്മൾ പോളിമോർഫിസത്തിലോട്ട് വരുന്നത്. സോ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്നും മെത്തേഡ് ഓവർ റൈഡിങ് എന്താണെന്നും ഉള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെങ്കിലേ പോളിമോർഫിസം പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രാഹ്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്, മോർഫ് എന്ന് പറഞ്ഞാൽ ഫോംസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മെത്തേഡ് ആകാം, ഒബ്ജക്റ്റ് ആവാം, ഫങ്ഷൻ ആകാം, ഓപ്പറേറ്റർ ആവാം, എനിത്തിങ്. നമ്മളുടെ ക്ലാസ്സിലുള്ള ഏത് എൻറ്റിറ്റിയും ഒന്നിൽ കൂടുതൽ ഫോമിൽ ബിഹേവ് ചെയ്യാൻ പോവുകയാണ്. ഒരാളെ ഉള്ളൂ, ദ സെയിം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ദ സെയിം മെത്തേഡ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും ഓരോരുത്തരും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇനിയും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളെ എടുക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളെ എടുക്കുന്ന സമയത്ത് ആ ആൾക്ക് പ്രൊഫഷൻ വൈസ് ആളൊരു ടീച്ചറായിരിക്കും, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരിക്കും ആളുടെ പ്രൊഫഷൻ വൈസ്. ആ ആൾ തന്നെ ആളുടെ വീട്ടിലെത്തുമ്പോൾ ആളൊരു ഫാദർ ആയിരിക്കാം. സോ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ, ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ ആളുടെ ബിഹേവിയറേ മാറുവാണ്. വീട്ടിൽ വന്നിരുന്ന് കുട്ടികളെ ടീച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയും ആസ് എ ഫ്രണ്ട്, ചിലപ്പം പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ആൾ നല്ലൊരു ഫ്രണ്ടായിരിക്കും, കാഷ്വൽ ബിഹേവിങ് ആണ്. സോ ഈ ഒരാൾ തന്നെ ഡിഫറെൻറ്റ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. സ്കൂളിൽ കാണിക്കുന്ന ബിഹേവിയർ അല്ല വീട്ടിൽ കാണിക്കുന്നത്, വീട്ടിൽ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കത്തില്ല ആളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ കാണിക്കുന്നത്. സോ ദിസ് ഈസ് പോളിമോർഫിസം. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എഴുതുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഒരേ ആൾ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ ആൾ ഇരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആൾ ഏതിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം സ്കൂളിൽ ചെന്നിട്ട് ഫാദറായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ ഡിപ്പെൻഡിങ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ്ലി ബിഹേവ് ചെയ്യുന്നു. ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമോർഫിസം. പോളിമോർഫിസത്തിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. സോ രണ്ട് കോൺസെപ്റ്റിനെ പറ്റിയും നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്, കാരണം ഇനീഷ്യൽ സ്ലൈഡ്സിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് വേണ്ടാത്ത, അല്ലെങ്കിൽ കമ്പൈൽ ടൈമിൽ മാത്രം ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പോളിമോർഫിസമാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് റൺ ടൈം. ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് റൺ ടൈമിലായിരിക്കും. അതായത് കമ്പൈൽ ടൈമിൽ ഡിസൈഡ് ചെയ്യത്തില്ല, പകരം ഡൈനാമിക് ആയിട്ട് ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് റൺ ടൈമിലായിരിക്കും. അത് അച്ചീവ് ചെയ്യുന്നതാണ് മെത്തേഡ് ഓവർ റൈഡിങ് വഴി. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പേരൻറ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ മെത്തേഡ് നെയിം ആണെങ്കിൽ ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പേരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡിനെ ചൈൽഡ് ക്ലാസ് വെട്ടിമാറ്റുന്നു അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. സോ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ഡ്യൂറിങ് കമ്പൈൽ ടൈം. ഏർലി ബൈൻഡിങ് ഓർ സ്റ്റാറ്റിക് ബൈൻഡിങ്. ഏർലി ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ തീരുമാനിക്കുകയാണ്, ലേറ്റ് ബൈൻഡിങ് അല്ല, ഏർലി ബൈൻഡിങ് ആണ്. ബൈൻഡിങ് മീൻസ് ഏത് മെത്തേഡിനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള തീരുമാനം പറയുന്നത്
നേരത്തെയാണ്, നേരത്തെ എന്ന് ഉദ്ദേശിച്ചത് മറ്റേത് താമസിച്ചായതുകൊണ്ടാണ് ഇതിന് നേരത്തെ എന്നുള്ള പേര് വരുന്നത്. സോ ദിസ് ഇസ് ഏർലി ബൈൻഡിങ്. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം ഇസ് ലേറ്റ് ബൈൻഡിങ്. നെക്സ്റ്റ് ഇസ് സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ റൺ ടൈമിൽ എന്ന് പറഞ്ഞാൽ വാല്യൂ വരുന്നതനുസരിച്ച് നമുക്ക് ഏത് മെത്തേഡ് മാറ്റണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ അത് പറ്റില്ല. കമ്പൈൽ ടൈമിൽ ഈ മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എങ്കിൽ അത് തന്നെയായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇനി കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മെത്തേഡ് ഓവർലോഡിംഗ് വഴി നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വഴി നമുക്ക് കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ബൈൻഡിങ് നടക്കുന്നത് കമ്പൈലേഷൻ ടൈമിലായിരിക്കും. ഓക്കെ, ഇനിയും എന്താണ് റൺ ടൈം പോളിമോർഫിസം? റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഇപ്പം നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്, അത് ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അത് നോക്കും ഏത് ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് എന്നുള്ളത്. ആ സമയത്തായിരിക്കും തീരുമാനിക്കപ്പെടുന്നത് ക്ലാസ്സിനെ ഓവർറൈഡ് ചെയ്യണോ, ഏത് ക്ലാസ്സിനെയാണ് ഓവർറൈഡ് ചെയ്യേണ്ടത്, ഇതിൽ ചൈൽഡ് ക്ലാസ് ഏതാണ്, സെയിം മെത്തേഡ് നെയിം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡ്യൂറിങ് റൺ ടൈം. ഇനി എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? യൂസിങ് മെത്തേഡ് ഓവർറൈഡിങ് അല്ലെങ്കിൽ വിർച്വൽ ഫങ്ഷൻസ്. സോ ഇതിൽ പുതിയതായിട്ട് കേട്ട ഒരു വേർഡ് വിർച്വൽ ഫങ്ഷൻസ് എന്നുള്ളതാണ്. സോ അത് നമുക്ക് നോക്കാം. മെത്തേഡ് ഓവർറൈഡിങ് ഇറ്റ്സ് ക്ലിയർ. ഇനിയും കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആയിരുന്നു. ഒന്ന് ഫങ്ഷൻ ഓവർലോഡിങ്ങും ആൻഡ് അനദർ വൺ വാസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പോൾ ആദ്യം നമുക്ക് ഫങ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് നോക്കാം. പേരിൽ നിന്ന് തന്നെ ഇറ്റ്സ് ക്ലിയർ, ഫങ്ഷൻ ആണ്. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസിന് ഒരു പേര്, ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റേഴ്സിൻ്റെ എണ്ണത്തിലോ വാല്യൂസിലോ ഉള്ള വ്യത്യാസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെയിം ഫങ്ഷൻ നെയിം. ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, പേരൻറ്റ് ക്ലാസ് നമ്മൾ ഒരു ഫങ്ഷൻ എഴുതി. സെയിം ആഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഞാൻ വീണ്ടും എഴുതി. ആദ്യത്തെ ആഡിനകത്ത് ഞാൻ എഴുതിയത് 1,2 എന്നായിരുന്നു. രണ്ടാമത്തെ ആഡിനകത്ത് ഞാൻ എഴുതിയത് 1,2,3. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തിനകത്ത് 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ, രണ്ടാമത്തേതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫങ്ഷൻ ഓവർലോഡിംഗ് ആയിരിക്കും നടക്കുന്നത്. ദാറ്റ് മീൻസ് കമ്പൈലർ തീരുമാനിക്കും ബേസ്ഡ് ഓൺ എത്ര പാരാമീറ്റേഴ്സ് ആണ് കോൾ ചെയ്തത് എന്നതിനനുസരിച്ച് കമ്പൈലർ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പം 2 പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ ആഡിലോട്ട് പോകും. ഇനി 3 എണ്ണം ഉള്ളതാണെങ്കിൽ രണ്ടാമത്തെ ആഡിലോട്ട് പോകും. സോ ഇതാണ് ഫങ്ഷൻ ഓവർലോഡിങ്. ഇനി നമ്മൾക്കൊരു പ്രോഗ്രാം വഴി ഇതിൻ്റെ ഒരു ചെക്കിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഷോ എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരൊറ്റ ക്ലാസ്സിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല ഫങ്ഷൻ ഓവർലോഡിങ്ങിൽ. ഇതിൽ 3 ഫങ്ഷൻസിനകത്തും കണ്ടാൽ അറിയാം ഇൻറ്റ് ആണ് ഒരെണ്ണത്തിൽ പാസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ, ഒരെണ്ണത്തിൽ ഡബിൾ ആണ്, മൂന്നാമത്തേതിൽ സ്ട്രിങ് ആണ്. ഇനി നമ്മൾ ഏത് പാരാമീറ്റർ ആണോ പാസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ object.show.10 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ വർക്ക്സ് അല്ലെങ്കിൽ ഇറ്റ് വിൽ കോൾ ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തേതിൽ 5.6 ആണ്, അതൊരു ഡബിൾ വാല്യൂ ആണ് അല്ലെങ്കിൽ ഡെസിമൽസ് ഇൻവോൾവ് ചെയ്ത ഒരു പാരാമീറ്റർ ആണ് നമ്മൾ പാസ് ചെയ്തത്. സോ അതെങ്ങോട്ട് പോകുന്നു? രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട് പോകുന്നു. മൂന്നാമത് ഹലോ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്, അതൊരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് മൂന്നാമത്തെ ഫംഗ്ഷനിലോട്ട് കോൾ പോകും. അപ്പോൾ കമ്പൈലർ ചെക്ക് ചെയ്യും എന്ത്? ഫംഗ്ഷൻ നെയിം, പാരാമീറ്ററിൻ്റെ ടൈപ്പ്, എന്നിട്ടാണ് ഈ സെലക്ഷൻ നടക്കുന്നത്. ഏത് മെത്തേഡ് സെലക്ട് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയ നടക്കുന്നത് കമ്പൈലർ കമ്പൈൽ ടൈമിൽ നോക്കും. ഇതിനെയാണ് സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേര് പറഞ്ഞിരുന്നു, ഫങ്ഷൻ സിഗ്നേച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മെത്തേഡിൻ്റെ പേരും, ഇപ്പം ഞാൻ ആഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ആണെങ്കിൽ അതുപോലെ പാരാമീറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്, ഇപ്പോൾ 1,2 ഇങ്ങനൊരു ഫംഗ്ഷൻ എഴുതി. എന്താണ് ഫങ്ഷൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? ഫങ്ഷൻ സിഗ്നേച്ചർ മീൻസ് ആഡ്, പാരാമീറ്റേഴ്സിൻ്റെ കൗണ്ട് 2, പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ, ഓർഡർ ഓഫ് പാരാമീറ്റേഴ്സ്, ഓർഡർ ഇപ്പം 2. സോ ഇതിനെയാണ് ഫങ്ഷൻസ്, ഇത്രയും എല്ലാവരെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫങ്ഷൻ സിഗ്നേച്ചർ.
അപ്പോൾ നമ്മൾ ഒരു റിട്ടേൺ ടൈപ്പ്, ഇവിടെ ഞാനിപ്പം വോയിഡ് ആഡ് എന്നാണ് കൊടുത്തു തരുന്നെങ്കിൽ ഈ വോയിഡ് ഫംഗ്ഷൻ സിഗ്നേച്ചറിൻ്റെ ഭാഗമാണോ? അല്ല, ഫംഗ്ഷൻ സിഗ്നേച്ചറിൻ്റെ ഭാഗമല്ല റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ സിഗ്നേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളത് ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം, പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ്, പാരാമീറ്റേഴ്സിൻ്റെ ഓർഡർ. ഇത് മാത്രമേ ഫംഗ്ഷൻ സിഗ്നേച്ചറിനകത്ത് ഇൻവോൾവ് ആവുന്നുള്ളൂ. റിട്ടേൺ ടൈപ്പ് ഒരിക്കലും ഫംഗ്ഷൻ സിഗ്നേച്ചറിൻ്റെ ഭാഗമല്ല. ഇനിയും അടുത്ത ഒരു കോൺസെപ്റ്റാണ് ഇൻവാലിഡ് ഓവർലോഡിങ്. ഓവർലോഡിങ്ങിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ടേമാണ്. എന്ന് പറഞ്ഞാൽ എന്തോ ഇൻവാലിഡ് ആണ് എന്ന് വെച്ചാൽ വാലിഡ് അല്ല. അപ്പോൾ എപ്പോഴാണ് ഈ ഇൻവാലിഡ് ആവുന്നത്? ഓട്ടോമാറ്റിക്കലി ഞാൻ 2 ഫങ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് ആഡ് ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, ഫ്ലോട്ട് ആഡ് ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇതിനകത്ത് ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, റിട്ടേൺ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഇൻറ്റ് ആണ്, ഒരെണ്ണം ഫ്ലോട്ട് ആണ്. സോ നമ്മൾ പറഞ്ഞു സെയിം ഫംഗ്ഷൻ നെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ടൈപ്പിൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഈ ഒരു ഓവർലോഡിങ് ഇൻവാലിഡ് ആണ്. ഇങ്ങനൊരു ഓവർലോഡിങ് നടക്കത്തില്ല. വൈ? റിട്ടേൺ ടൈപ്പിൽ വ്യത്യാസം വന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഫംഗ്ഷൻ നെയിം സെയിം ആണ്, പാരാമീറ്റേഴ്സിൻ്റെ കൗണ്ട് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ എങ്കിലും റിട്ടേൺ ടൈപ്പ് തെറ്റാണെങ്കിൽ, തെറ്റെന്നല്ല, റിട്ടേൺ ടൈപ്പിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ, റിട്ടേൺ ടൈപ്പിന് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതൊരു ഇൻവാലിഡ് ഓവർലോഡിങ് ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻവാലിഡ് ഓവർലോഡിങ്. സോ ഇത്രയും ടേംസ് പറയുന്നത്, അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള 2 പേരുകളാണ് ഫംഗ്ഷൻ സിഗ്നേച്ചറും ഇൻവാലിഡ് ഓവർലോഡിങ്ങും. സോ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം വിത്ത് ഡെപ്ത് നോളജ്. എന്താണ് കോൺസെപ്റ്റ് എന്ന് ക്ലിയർ ആയിട്ട്, ഇതും ഇപ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഊപ്സിനകത്ത് പോളിമോർഫിസം, ഇതിനകത്ത് ഇതൊന്നും ഇൻവോൾവ് അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അഡ്വാൻസ് ലെവലിൽ നമ്മൾ ഓരോ ബൈ ടേം അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ എന്താണ് ഓരോ മീനിങ് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് ആണ് നമ്മളുടെ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഈ പറഞ്ഞതുപോലെ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, പ്ലസ് ഓപ്പറേറ്റേഴ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മുമ്പലത്തേത് മെത്തേഡ്സിലായിരുന്നു. പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഞാൻ ഇൻറ്റിജേഴ്സ് ആണ് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് 2 + 3 5 എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഹലോ ബിഗ് ലേണിംഗ്, ഇങ്ങനെ 2 എണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഹലോ സ്പേസ് ബിഗ് ലേണിംഗ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഒരേ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ റൺ ചെയ്തപ്പോൾ വന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ടാണ്. പ്ലസ് എന്ന് പറയുന്ന സെയിം ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഇൻറ്റിജേഴ്സിനെ ആഡും ചെയ്യാം, സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിപ്പിക്കുക, അവരെ യോജിപ്പിക്കാനും പറ്റും. സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആൻഡ് അഡീഷൻ. യൂസ് ചെയ്ത ഓപ്പറേറ്റർ സെയിം ഓപ്പറേറ്റർ പ്ലസ്. ഇതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരേ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യിപ്പിക്കുക ബേസ്ഡ് ഓൺ പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ ഇത് വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഇൻറ്റിജർ ആണ് എല്ലാത്തിനകത്തും കൊടുക്കുന്നതെങ്കിൽ അഡീഷൻ മാത്രമേ നടക്കത്തുള്ളൂ. സോ അതൊരു മെത്തേഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് അല്ല. അത് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ നമ്പറോ കൗണ്ടോ എന്തെങ്കിലും മാറ്റി കൊടുക്കണം. സോ അവിടെ സംഭവിക്കുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. സോ ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. സോ നെക്സ്റ്റ് ഇസ് എന്താണ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. സോ എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷൻ വളരെ ഫാസ്റ്റാണ്, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആണ്. കാരണം ആദ്യമേ തന്നെ നിർണ്ണയിക്കപ്പെടുന്നു ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യമേ തന്നെ നിർണ്ണയിക്കപ്പെടുന്നു. റീഡബിലിറ്റി കൂടുതലാണ്. അതുപോലെ കോഡ് നമുക്ക് റീയൂസ് ചെയ്യാം. കോഡ് മീൻസ് സെയിം മെത്തേഡ് അല്ലെങ്കിൽ സെയിം ഓപ്പറേറ്റർ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഇനി ലിമിറ്റേഷൻ എന്താ? നമുക്ക് ഡിസിഷൻ മാറ്റാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു കേസിൽ എനിക്ക് ആ വാല്യൂസ് ഒന്ന് മാറ്റിക്കൊടുത്ത് എനിക്കൊന്ന് മാറ്റണം എന്നുള്ള കേസ് വന്നാൽ അത് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ നടക്കത്തില്ല. റൺ ടൈം പോളിമോർഫിസത്തിനെക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഫ്ലെക്സിബിലിറ്റി കുറവാണെന്ന് പറയാൻ കാര്യം ഇതുകൊണ്ടാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏത് സാഹചര്യത്തിനോടും ഫ്ലെക്സിബിൾ ആവാനുള്ളൊരു കഴിവിനെയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ അത് ഈ ഒരു കേസിൽ ഇല്ല. അപ്പോൾ നമ്മൾ റൺ ടൈം പോളിമോർഫിസത്തിലോട്ട് ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്ന കാറ്റഗറിയോട് നമ്മൾ ടാറ്റ പറഞ്ഞ് റൺ ടൈം പോളിമോർഫിസത്തിലോട്ട് വരികയാണ്. അപ്പോൾ എന്താണ് റൺ ടൈം പോളിമോർഫിസം?
അതായത് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊപ്സിൻ്റെ പില്ലറാണ്, അല്ലെങ്കിൽ ഊപ്സിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് ഈ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തത്. അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഇംപ്ലിമെൻറ്റേഷൻ പേരൻറ്റ് ക്ലാസ്സിലെ ഇംപ്ലിമെൻറ്റേഷനെ ഓവർ റൈഡ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഏതാ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ചൈൽഡ് ക്ലാസ്. ചൈൽഡ് ക്ലാസ്സിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫംഗ്ഷൻ്റെ പേര് സെയിം ആയിരിക്കണം, ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് സെയിം ആയിരിക്കണം, ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് സെയിം ആയിരിക്കണം. സോ ഇംപ്ലിമെൻറ്റേഷൻ മാറും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ഇറ്റ്. ഒരു ക്ലാസ് ഉണ്ട്, മെയിൻ ക്ലാസ് ആണ്. ദിസ് ഇസ് ബേസ് ക്ലാസ്. ക്ലാസ് ഡോഗ് എന്ന് പറഞ്ഞ ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ഇതിൽ 2 ഫങ്ഷൻസ് ഉണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞ് 2 ഫങ്ഷൻസ് ഉണ്ട് വിത്ത് സെയിം നെയിം, സെയിം പാരാമീറ്റേഴ്സ്, സെയിം റിട്ടേൺ ടൈപ്പ്. ഫംഗ്ഷൻ്റെ പേര് സൗണ്ട് എന്നാണ് രണ്ടിലും, ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്നാണ് രണ്ടിലും, പാരാമീറ്റേഴ്സിൻ്റെ കൗണ്ടും പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും എല്ലാം സെയിം ആണ്. ഇനിയും ഇവരെങ്ങനെ നിർണ്ണയിക്കും? എല്ലാം സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് ഏത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്, അതാണ് മെത്തേഡ് ഓവർ റൈഡിങ് നമുക്ക് പറഞ്ഞു തരുന്നത്. മെത്തേഡ് ഓവർ റൈഡിങ് പറയുന്നത് എന്താണോ ചൈൽഡ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന മെത്തേഡ് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിസൈഡ്? ചൈൽഡ് ക്ലാസ്സിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എങ്ങനെ പറയണം? ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് മെയിനകത്ത് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡോഗ് ഡി. അപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഏത് ഒബ്ജക്റ്റിനെയാണ്? ക്ലാസ് ഡോഗിന് അഗൻസ്റ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ്. അപ്പോൾ ഡി ഡോട്ട് സൗണ്ട് എന്ന് വിളിച്ചാൽ ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും? ചൈൽഡ് ക്ലാസ്സിലുള്ള സൗണ്ട് എക്സിക്യൂട്ട് ആവും, ഓവർ റൈഡിങ് പേരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡ്. അപ്പം എന്താണ് ഔട്ട് ചെയ്യുന്നത്? ചൈൽഡ് ക്ലാസ്സിൽ എന്താണോ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരികയാണ്. വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ്? റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ മുമ്പേ എഴുതിയ പ്രോഗ്രാമിൽ ഇറ്റ്സ് ക്ലിയർ, ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഡോഗ് ഡി. ഞാനിപ്പോൾ സപ്പോസ് ആനിമൽ സ്റ്റാർ പോയിൻ്റർ, ഒരു പോയിൻ്റർ വിളിച്ചിരിക്കുകയാണ്. അതെങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്? ബേസ് ക്ലാസ്സിലോട്ടാണ്. അപ്പോൾ ഞാൻ ബേസ് ക്ലാസ്സിലെ പോയിൻ്ററിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തത് ചൈൽഡ് ക്ലാസ്സിലാണ്. ഡോഗ് ഡി എന്നാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പോയിൻ്റർ എങ്ങോട്ട് കൊടുത്തു? ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിലോട്ടാണ് കൊടുത്തേക്കുന്നത്. പോയിൻ്റർ ഇസ് ഈക്വൽ ടു ആംപസൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷനെ കോളും ചെയ്തു, സൗണ്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോവാണ്. ഈ ഫംഗ്ഷൻ കോള് റിസോൾവ് ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണ്. എന്തുകൊണ്ടാണ്? ബേസ് ക്ലാസ് പോയിൻ്റർ വിളിക്കുന്നത് ബേസ് വേർഷനെയാണ്. ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ് വിളിക്കുന്നത് ബേസ് വേർഷനെയാണ് കോൾ ചെയ്തത്. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം നമുക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെ അച്ചീവ് ചെയ്യണം? വിർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അതായത് ബേസ് ക്ലാസ് പോയിൻ്റർ ബേസ് വേർഷനെ വിളിക്കുന്ന കേസ് വരുന്ന സമയത്ത് നമുക്ക് ബേസ് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവിടെ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കമ്പൈൽ ടൈമിലേ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കണം ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വരുന്നതാണ് വിർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് വിർച്വൽ ഫംഗ്ഷൻ? വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വിർച്വൽ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ ചെയ്യുക ചെയ്യുന്ന ഇനിഷ്യലൈസേഷൻ അല്ല, ഡിക്ലെയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എവിടെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ബേസ് ക്ലാസ്സിലാണ്. അതിനെ റീഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ഡിറൈവ്ഡ് ക്ലാസ്സിലാണ്. അപ്പം ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്? വിർച്വൽ എന്ന് പറയുന്ന കീവേഡ് വേണം, റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണെങ്കിൽ വോയിഡ്, ഫംഗ്ഷൻ്റെ പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേ. ഇങ്ങനെയാണ് നമ്മളൊരു വിർച്വൽ ഫംഗ്ഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ വിർച്വൽ മെത്തേഡ് എഴുതുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സെയിം എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ബേസ് ക്ലാസ് ഉണ്ട്, ഒരു പേരൻറ്റ് ക്ലാസ് ഉണ്ട്, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ട്, 2 ഫംഗ്ഷൻ ഉണ്ട്, സൗണ്ട്. ഞാനിവിടെ മെയിനകത്ത് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആനിമലിനകത്താണ്.
ഇതിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിളിച്ചത് സൗണ്ടിനെയാണ്. പക്ഷെ ഇവിടെ ആ പ്രശ്നമുണ്ട്. ഏത് പ്രശ്നം? നമ്മളിപ്പോൾ പറഞ്ഞ വിളിച്ചത് പേരൻറ്റ് ക്ലാസ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പൈൽ ടൈം പോളിമോർഫിസം നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ബേസ് ക്ലാസ്സിൽ ഞാൻ എഴുതിയ ഫംഗ്ഷനെ വിർച്വൽ എന്ന് ഡിക്ലെയർ ചെയ്തു. കണ്ടോ? വിർച്വൽ വോയിഡ് സൗണ്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് നിർണ്ണയിക്കപ്പെടും? അവിടെ കോള് പോകേണ്ടത് ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡിനാണെന്നും പേരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡിനെ അല്ല അവിടെ വിളിച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ടതും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാവും. അങ്ങനെ അവിടെ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഔട്ട് ചെയ്യുമ്പോൾ എന്താ എക്സിക്യൂട്ട് ആവുന്നത്? ചൈൽഡ് ക്ലാസ്സിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റൺ ടൈം പോളിമോർഫിസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും യൂസിങ് വിർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ ഏത് കേസിലാണ് വിർച്വൽ ഫംഗ്ഷൻ യൂസ് ചെയ്തത്? പോയിന്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ പേരൻറ്റ് ക്ലാസ്സിനെയാണ് എയിം ചെയ്തത്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ചൈൽഡ് ക്ലാസ്സിലുമാണ്. എന്നിട്ട് സ്റ്റോർ ചെയ്തത് എവിടെയാണ്? പോയിന്ററായിട്ട് സ്റ്റോർ ചെയ്തത് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിനെയുമാണ്. പക്ഷേ പോയിന്റർ നോട്ട് ചെയ്തിരിക്കുന്നത് ബേസ് ക്ലാസ്സിനെയുമാണ്. അപ്പോൾ ഈ കേസ് നമ്മൾ സോൾവ് ചെയ്തത് യൂസിങ് വിർച്വൽ ഫംഗ്ഷൻ. സോ ഇനി എങ്ങനെയാണ് വിർച്വൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്? കമ്പൈലർ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് വി ടേബിൾ. അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് ഒരു പോയിന്ററും കാണും, ദാറ്റ് ഈസ് വി പോയിന്റർ. എന്നിട്ട് റൺ ടൈമിൻ്റെ സമയത്ത് വി പോയിന്റ് ഈ ടേബിൾ നോക്കിയാണ് ഡിസിഷൻ എടുക്കുന്നത്. പോയിന്റർ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ കറക്റ്റ് ഫംഗ്ഷൻ ഇവിടെ നിന്ന് എടുക്കും. എന്നിട്ട് പ്രോപ്പർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് വി ടേബിൾ. സോ വി ടേബിൾ വഴി നമ്മൾ വി പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് വിർച്വൽ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് കമ്പൈൽ ടൈമിലല്ല, പകരം റൺ ടൈമിലായിരിക്കും ഡൈനാമിക് ബൈൻഡിങ് നടക്കുന്നത്. സ്റ്റാറ്റിക് ബൈൻഡിങ് ആണ് നമ്മൾ കമ്പൈൽ ടൈമിൽ നടക്കുന്നത്. ഇനി ഇതിനെ ലേറ്റ് ബൈൻഡിങ് എന്നും റൺ ടൈം ബൈൻഡിങ് എന്നും ഒക്കെ നമുക്ക് വിളിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് ഡ്യൂറിങ് റൺ ടൈം. കാരണം റൺ ടൈമിൻ്റെ സമയത്തായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത്. ഇനി ഡൈനാമിക് ബൈൻഡിങ്ങിൽ നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണമല്ലോ. അതിൻ്റെ ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണോ റൺ ടൈമിലുള്ള ആക്ച്വൽ ഒബ്ജക്റ്റ് അതിനനുസരിച്ചായിരിക്കും. പോയിന്ററിൻ്റെ ടൈപ്പോ ഒന്നുമല്ല, നമ്മൾ റൺ ടൈമിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ പാസ് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും ഏത് ഫംഗ്ഷൻ എടുക്കണം എന്നുള്ള ഡെസിഷൻ എടുക്കുന്നത്. നമ്മൾ ബേസിക്കലി വിർച്വൽ ഫംഗ്ഷൻസിലും റൺ ടൈം പോളിമോർഫിസത്തിലും നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഡൈനാമിക് ബൈൻഡിങ്? സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലേ, അത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്, നമ്മളുടെ MX പ്ലെയറിലുണ്ട്, VLCയിലുണ്ട് അല്ലേ. സോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷനിലാണോ നിൽക്കുന്നത് അതാണ് പ്ലേ ആവേണ്ടത്. ഇപ്പം ഞാൻ യൂട്യൂബിൽ നിന്നാണ് പ്ലേ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിലെ വീഡിയോ ആണ് പ്ലേ ആവേണ്ടത്, ഇൻസ്റ്റഗ്രാമിലെ അല്ല. സിമിലർ സിറ്റുവേഷനാണ് ഡൈനാമിക് ബൈൻഡിങ്ങും ചെയ്യുന്നത്. അതായത് ബേസ് ക്ലാസ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് വേറെ ഡിഫറെൻറ്റ് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിലാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ഓവർറിഡൻ ഫംഗ്ഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ് ആണ് നമ്മൾ ഇതിനെ പോസിബിൾ ആക്കുന്നത്. ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. നമ്മളുടെ ഒരു പേഴ്സൺ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആ ആൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ആക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ആ ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡ്യൂറിങ് റൺ ടൈം. അതായത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അതിൻ്റെ വീഡിയോ ആയിരിക്കും പ്ലേ ആവുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഡൈനാമിക് ബൈൻഡിങ്, അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡൈനാമിക് ബൈൻഡിങ്. ഇനിയും പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ. അതായത് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്ലാസ്സിലാണല്ലോ വിർച്വൽ ആണെന്ന് ഡിക്ലെയർ ചെയ്ത് വിടുന്നത്. അവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ദ ക്ലാസ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ്. എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം? ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആയിരിക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. സോ അതിനെയാണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ വിർച്വൽ വോയിഡ് ഡിസ്പ്ലേ ഓഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൂവ്സ് ഇറ്റ് ഈസ് പ്യുവർ വിർച്വൽ. അതിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേർലി ബ്രേസ് ഇട്ട് എഴുതുന്ന
ഫങ്ഷൻ ബോഡി ഒന്നും തന്നെയില്ല. സോ അങ്ങനെ നമ്മൾ ഒരു ക്ലാസ്സിൽ പ്യുവർ വിർച്വൽ ഫങ്ഷൻ എഴുതുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ അബ്സ്ട്രാക്ഷനിലോട്ട് നമ്മൾ വന്നു അല്ലേ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു പ്യുവർ വിർച്വൽ ഫങ്ഷൻ എങ്കിലും നമ്മളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ പോളിമോർഫിസത്തിൽ നിന്ന് നമ്മൾ എവിടെ വന്നു നിന്നു? അബ്സ്ട്രാക്ട് ക്ലാസ്. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഇല്ലാതെ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രം എഴുതി വെക്കുന്ന ഫംഗ്ഷനെയാണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്യുവർ വിർച്വൽ ഫംഗ്ഷനെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. സോ പോളിമോർഫിസം എന്ന് പറയുന്ന ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ നിന്നായിരുന്നു. മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ നിന്ന് നമ്മൾ വന്ന് നിന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സിലാണ്. സോ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺസെപ്റ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിരിക്കും. ഒരു കോൺസെപ്റ്റ് ചോദിക്കുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങി എവിടുന്ന് എൻഡ് ചെയ്തു, ഒരു കഥ പഠിക്കുന്ന പോലെ ഒരു പ്രോപ്പർ പ്ലാനിൽ പോയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് കോൺസെപ്റ്റ് അറിയാം. ഇപ്പോൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ അബ്സ്ട്രാക്ട് ക്ലാസ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ആയതെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇങ്ങനെ വേണം നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട്. സോ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന നമ്മളുടെ കേരള PSCയുടെ ടെക്നിക്കൽ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ക്വയറീസിനു വേണ്ടിയും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. ഫോർ എനി ഡൗട്ട്സ്, നിങ്ങളുടെ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ ടെക്നിക്കൽ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. സോ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. കോഴ്സിൻ്റെ കാര്യങ്ങളും ബാച്ചിൻ്റെ കാര്യങ്ങളിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക.